അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്ന റാലികൾക്കിടയിൽ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ തീവ്ര നിലപാടുള്ള പ്രതിഷേധക്കാരുടെ വ്യാപകമായ ആക്രമണം. മെക്സിക്കോ, അർജന്റീന, ബൊളീവിയ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാന കത്തീഡ്രലുകൾക്ക് നേരെയാണ് ആസൂത്രിതമായ ആക്രമണങ്ങൾ ഉണ്ടായത്. ഗർഭഛിദ്രം നിയമവിധേയമാക്കുന്നതിനെ സഭ എതിർക്കുന്നതിലുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് പലയിടങ്ങളിലും അക്രമികൾ പള്ളികളെ ലക്ഷ്യം വെച്ചത്. മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന സുരക്ഷാ മതിലുകൾ പ്രതിഷേധക്കാർ തകർക്കാൻ ശ്രമിക്കുകയും ദേവാലയ ഭിത്തികളിൽ വിദ്വേഷം നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയും പെയിന്റ് ബോംബുകൾ എറിയുകയും ചെയ്തു. പലയിടങ്ങളിലും പള്ളിക്ക് കാവൽ നിന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും പ്രതിഷേധക്കാർ അതിക്രമം നടത്തി. കൊളംബിയയിലെ ബോഗോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിന് പ്രതിഷേധക്കാർ തീയിട്ടത് വലിയ തോതിലുള്ള ആശങ്കയ്ക്കിടയാക്കി. അഗ്നിശമന സേന ഉടൻ എത്തിയതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്. ബൊളോവിയയിലെ സാന്താക്രൂസിലുള്ള സെന്റ് ലോറൻസ് ബസിലിക്കയുടെ തൂണുകളും ചരിത്രപ്രധാനമായ വാതിലുകളും അക്രമികൾ നശിപ്പിച്ചു. അർജന്റീനയിലെ സാൾട്ട കത്തീഡ്രലിന് നേരെയും സമാനമായ ആക്രമണങ്ങൾ അരങ്ങേറി. സ്പ്രേ പെയിന്റുകൾ ഉപയോഗിച്ച് പള്ളിയുടെ പുറം ചുവരുകൾ വികൃതമാക്കിയ പ്രതിഷേധക്കാർ സഭയ്ക്കും മതവിശ്വാസത്തിനുമെതിരെ അത്യന്തം മോശമായ ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ മറവിൽ ആരാധനാലയങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ഒരു പതിവായി മാറുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അക്രമം രൂക്ഷമായ പലയിടങ്ങളിലും വിശ്വാസികൾ സംഘടിച്ചെത്തി ദേവാലയങ്ങൾക്ക് കാവൽ നിന്നത് ശ്രദ്ധേയമായി. മെക്സിക്കോയിലെ ഗ്വാഡലാജാരയിൽ നൂറുകണക്കിന് യുവജനങ്ങൾ ദേവാലയത്തിനു ചുറ്റും കൈകോർത്ത് പിടിച്ച് മനുഷ്യചങ്ങല തീർത്ത് പ്രതിഷേധക്കാരെ പ്രതിരോധിച്ചു. അക്രമികൾ കല്ലുകളും പെയിന്റുകളും എറിഞ്ഞപ്പോൾ വൈകാരികമായി പ്രതിഷേധിക്കാതെ പ്രാർത്ഥനയോടെയാണ് വിശ്വാസികൾ നിലകൊണ്ടത്. സമാധാനത്തിനും സ്ത്രീകളുടെ അന്തസ്സിനും വേണ്ടി നിലകൊള്ളുന്നവർ ആധ്യാത്മിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ലാറ്റിൻ അമേരിക്കയിലെ സഭാ നേതൃത്വം വ്യക്തമാക്കി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അഹിംസയിലൂടെയാകണമെന്നും മതസ്വാതന്ത്ര്യത്തെയും ആരാധനാലയങ്ങളെയും മാനിക്കണമെന്നും സഭ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു.